റസ്മിന് കിട്ടേണ്ടത് കിട്ടിയോ? കിട്ടി. ആരോട്? അപ്സരയോട്. ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രഷർ കയറിയ റസ്മിൻ ആരുടെ അടുത്ത്? അപ്സരയുടെ അടുത്ത്. ആരുടെ കാര്യത്തിന്? ജാസ്മിൻ്റെ കാര്യത്തിന്. എന്താ സംഭവം? കാര്യം പറയാം. ഇതാണ് സംഭവം. നമുക്കറിയാം, ഗബ്രി ജാസ്മിൻ കോംബോ അത്യാവശ്യം നെഗറ്റീവായിട്ട് തന്നെയാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ ഗബ്രി ഔട്ടാവുന്നത് വരെ. ഗബ്രി ഔട്ടാവുന്നതിന് ശേഷം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ജാസ്മിൻ ആ ടാസ്കുകളിലായാലും എല്ലാ കാര്യത്തിലും കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് സംസാരിക്കേണ്ടതിൽ കൃത്യമായിട്ട് സംസാരിച്ച് അടിപൊളി, അതായത് ഒരു സീസൺ 6 വിന്നർ പോസ്റ്റിലേക്കൊക്കെ എത്തും എന്ന് ഉറപ്പിച്ച ഒരു രീതിയിലായിരുന്നു ജാസ്മിൻ്റെ പോക്ക്. അതേപോലെ തന്നെ ജാസ്മിൻ, ജിൻഡു, അർജുൻ ഇവരുടെയൊക്കെ ഒരു പോക്ക്. എന്നാൽ ഈ ഗബ്രി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആ ജാസ്മിൻ ഗബ്രി കോംബോ പ്രേക്ഷകർക്കിടയിലേക്ക് നെഗറ്റീവായി മാറുന്നു എന്നത് ഹൗസിലുള്ള റസ്മിന് മനസ്സിലായി. ആ റസ്മിൻ അത് കൂട്ടിക്കൊണ്ടുപോയി അപ്സരേൻ്റെ അടുത്ത്, ബാത്റൂമിൻ ഏരിയൻ്റെ അടുത്ത് അപ്സരനോട് പറയുകയാണ്, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കപ്പ് കിട്ടുമോ? കാരണം അവൾക്കാണ് കപ്പ് കിട്ടാൻ സാധ്യത. അവൾ മികച്ച മത്സരാർത്ഥിയാണ്. ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ. പുറത്ത് പോയ ഗബ്രിക്ക് മനസ്സിലാവില്ലേ, അകത്ത് വന്ന് വീണ്ടും ഇങ്ങനെ സംസാരിക്കരുത്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് കണ്ടു നിന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നൊക്കെ അപ്സരൻ്റെ അടുത്ത് വളരെ പ്രഷറോടുകൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റസ്മിൻ. അന്നേരം അപ്സര അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് തന്നെ 100,000 പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അന്നേരം നിനക്ക് നിൻ്റെ കാര്യം നോക്ക്, അവരുടെ കാര്യം അവർക്കറിയാം, അവർ കൊച്ചു കുട്ടികളൊന്നല്ലോ, നീ ആദ്യം നിൻ്റെ കാര്യം നോക്കി നിൽക്ക് എന്ന് പറഞ്ഞ് അപ്സര റസ്മിനെ അപ്പാടെ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. ഈ കാര്യത്തിൽ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ഈ കാര്യം, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിൻ്റേതായ പ്രശ്നമുണ്ടോ, അത് മാത്രം പറഞ്ഞാൽ മതി. നീ മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. നീ നിൻ്റെ കാര്യത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടപെടാം, ഇക്കാര്യം എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞു. അവിടെ അതാ യമുന ഉണ്ടായിരുന്നു. അപ്പോൾ യമുന റസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, ഇനി കുറച്ച് സമയമല്ലേ നമ്മളിവിടെ ഉള്ളൂ, നീ ഒന്ന് കൂളായി എൻജോയ്, നമ്മളൊരു അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതല്ലേ, ആ എൻജോയ് ചെയ്യുക, കുറച്ച് മണിക്കൂറുകളല്ലേ, ആ എൻജോയ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊന്നും നീ ഇടപെടേണ്ട, റിലാക്സ് ചെയ്യും പറഞ്ഞ് അവിടെ റസ്മിനെ സമാധാനിപ്പിക്കുന്ന ഒരു യമുന ആണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അപ്സര ഈ കാര്യം അവിടെ വിട്ട് അപ്സരേൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം.